ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ ആങ്ങളക്കുട്ടി ഗൾഫ് പോകുമ്പോഴത്തെ കുറച്ച് ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അവനവിടെ എന്താ ജോലി കിട്ടിയിരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫുട്ബോളിൻ്റെ സംബന്ധിച്ചിട്ട് എന്തോ ഒരു സംഭവമാണ്, എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. അവൻ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ വെയിറ്റ് ചെയ്യുക, ഓക്കെ. അപ്പോൾ അവനക്ക് കൊണ്ടുപോകാനായിട്ട് ഒരുപാട് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വലിയ ആങ്ങൾ അതൊക്കെ കൂടെ പെട്ടിലോട്ട് വെക്കുന്ന ഭാഗമാണ് കേട്ടോ. അപ്പോൾ അവനിതാ ഷർട്ട് അയക്കുന്ന നേരത്തെ വീഡിയോ എടുത്തതിന് നല്ല ചീത്ത കേട്ടു. പൊക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ദേഷ്യപ്പെടുന്നുണ്ട്. അവനക്ക് പോകുന്ന ടെൻഷനുണ്ട്, വേറെ കാര്യം. അതിൻ്റെ കൂട്ടത്തിൽ ഷർട്ട് ഊരുന്ന വീഡിയോ ആണ് എടുക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ഫാൻറ്റുകളാണ്, ഒന്നും നിർത്തി കാണിക്കുന്നില്ല കേട്ടോ. ഞാനിതൊന്നും വോയിസ് ഓവർ കൊടുക്കണമെന്ന് വിചാരിച്ചതല്ല, ഞാൻ പക്ഷേ ക്ലിയർ ഇല്ലാത്ത കാരണമാണ് മ്യൂട്ട് ചെയ്തിട്ട് വോയിസ് ഓവർ കൊടുക്കുന്നത്. ഞാൻ നിർത്തി കാണിക്കാൻ പറഞ്ഞപ്പം ഇതാണ് ഞാൻ ഇടാൻ പോകുന്ന ഡ്രസ്സ്, വേണമെങ്കിൽ ഇത് നിർത്തി കാണിച്ചു തരാം, വേണമെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് ഇത് നിർത്തി കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവൻ ഇടാൻ പോകുന്ന പാൻറ്റും ഷർട്ടും നിർത്തി കാണിച്ചു തന്നു. പിന്നെ ഒരു ടീഷർട്ടും അത് നിർത്തി കാണിച്ചു തന്നു. ബാക്കിയൊക്കെ ഇങ്ങനെ മടക്കണ്ടേ, നമ്മൾ നിർത്തിയിട്ട് പിന്നെ മടക്കണ്ടേ. അപ്പോൾ ഒന്നും നിർത്തി കാണിക്കുന്നില്ല. ഒരുപാട് വാങ്ങി കൂട്ടിയിട്ടുണ്ട്. ആ ബാക്ക് കാണുന്ന കവറ് ഫുള്ള് ഷർട്ടുകൾ 1-2 ഇങ്ങനെ വിരിച്ച് കാണിക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ പറഞ്ഞിട്ട് അവൻ കാണിച്ചാണ്, പക്ഷേ 8ൻ്റെ പണി എനിക്ക് കിട്ടുകയും ചെയ്ത്. അങ്ങനെ സ്റ്റിക്കറുകളൊക്കെ വെട്ടിക്കളയാണ്. പ്യൂമയുടെ ചെരുപ്പ് കേട്ടോ. എന്തിനാണ് ഇവനിതൊക്കെ പാടെ വാങ്ങി കൂട്ടിയിട്ടുള്ളതെന്ന് ഒരു ഐഡിയ ഇല്ല. കാരണം ഇവൻ വല്ല കല്യാണത്തിനുള്ള സാധനങ്ങൾ വാങ്ങി കൂട്ടിയിട്ടുണ്ട്. നമ്മൾ കല്യാണത്തിന് കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ചെത്തി നടക്കാനൊക്കെ എടുക്കുമല്ലോ, ആ ലെവലിലേക്കാണ് ഇവൻ്റെ കാട്ടിക്കൂട്ടൽ. ഇവൻ പണിക്ക് തന്നെയാണോ പോണത് അതോ സുഖവാസത്തിനാണോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോവും. അപ്പം ടീഷർട്ടും ഷർട്ടൊക്കെ വലിയ ആങ്ങളൊക്കെ അടിച്ചു മാറ്റണമെന്ന് കുറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ഓരോന്ന് കാണുമ്പം അവർക്ക് രണ്ടാക്കും സെയിം ഏകദേശമൊക്കെ ഒരളവാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. ഞാൻ ഷർട്ട് ഊരുമ്പോൾ വീഡിയോ എടുത്തപ്പോൾ എന്നോട് ചൂടായവനാണ് ഇപ്പോൾ ഷർട്ട് ഇടാതെ എൻ്റെ വീഡിയോയിൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ പിന്നെ അവൻ എന്തിനാ എന്നെ ചീത്ത പറഞ്ഞതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഫുൾ എൻ്റെ വീഡിയോയിൽ പിന്നെ ഷർട്ട് ഇല്ലാണ്ടാണ് ഇരുന്നത്. പിന്നെ എന്തിനാണോ അവൻ എന്നെ ആദ്യം ചീത്ത പറഞ്ഞത്? അവനക്കൊരു രസം, സ്വന്തം പെങ്ങളല്ലേ, ഒരു ചീത്ത പറയുമ്പോൾ അവനക്കൊരു മനസ്സുഖം, അതായിരിക്കും. അല്ലാതെ അപ്പം ഞാനെന്ത് പറയാനാ? അല്ല, അവൻ എന്നെ വീഡിയോ എടുക്കുന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ എന്നാലും ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് അവനക്കറിയാലോ. ഒരു ഷർട്ട് ഇട്ട് വന്ന് നിന്നൂടെ? അങ്ങനെ എൻ്റെ വലിയ ആങ്ങളെൻ്റെ വക അണ്ടർവെയറൊക്കെയാണ് നിർത്തി കാണിക്കുന്നത്. ബാക്കിയൊന്നും നിർത്തി കാണിക്കാതെ അപ്പം അണ്ടർവെയർ നന്നായി നിർത്തി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ നിർത്തും, എനിക്കിഷ്ടമുള്ളത് നിർത്തും, നീ എന്തിനാ വീഡിയോ എടുക്കുന്നത്? നിന്നോട് ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ. നമുക്ക് പിന്നെ അതിനൊന്നും മറുപടി ഇല്ല. നമ്മൾ കയ്യും കാലും പിടിച്ചിട്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ എടുക്കുന്നത്. അവനെ കാണിക്കൂല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത്, പറ്റിച്ച്. പിന്നെ ഓനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത്, പാവം പോട്ടെ, സ്വന്തം പെങ്ങളല്ലേ, എടുത്തിട്ട് പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അഡ്ജസ്റ്റ് ചെയ്താണ്. അല്ലാണ്ട് ഇപ്പോൾ ഈ കണ്ട വീഡിയോയിൽ അവനെ കാണാതിരിക്കും എന്ന് വിചാരിക്കാൻ മാത്രം പൊട്ടനൊന്നല്ലല്ലോ അവൻ. അപ്പം അങ്ങനെ ഷർട്ടൊക്കെ ഇട്ട് നോക്കിയിട്ട് എൻ്റെ കുട്ടിക്കൊന്നും കൊടുക്കാൻ താല്പര്യമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എങ്ങനെ പോയാലും 25 കിലോന്റെ അടുത്തൊന്നും കൊണ്ടുപോകണ്ട. തൂക്കി നോക്കാം, വെയിറ്റിംഗ് മെഷീൻ ഉണ്ട്. അവന്റെ ഒക്കെ ചെയ്യേണ്ട കറക്റ്റ് 18 എന്തൊക്കെയുള്ളൂ. എവിടെ വെയിറ്റിംഗ് മെഷീൻ വാങ്ങിയിട്ട് വരും കേട്ടോ. ഇത് പാക്ക് ചെയ്യുമ്പോത്തിന് 47 കിലോ വരെ പോകും. ഒരു സൂക്കേഴ്സിൽ 25 കിലോന് വരെ നമുക്ക് ഇതാക്കാം. 47 പോകും പറഞ്ഞിട്ട് കാര്യമില്ല. 1-ൽ 25 വരെ പോയി. അപ്പൊ 23 ഞാൻ വായിച്ചത് ടിക്കറ്റ്. അപ്പൊ കുഴപ്പമില്ല, നമുക്ക് നോക്കാം. ഇടേണ്ട ആവശ്യം വന്നാൽ തിരുമ്പേണ്ട ആവശ്യമാണ്. ഇവ 2 കൊല്ലം തിരുമ്പാതെ യൂസ് ചെയ്യാനുള്ളത് കൊണ്ടുപോകുകയെന്നാ തോന്നണേ. ഒരു മാസം ഒരു കുപ്പായവും ഒരു പാൻറ്റും. രണ്ടിയെ
അല്ല മൊത്തത്തിലൊരു 14 കൂട്ടുണ്ട്. ഒരു മാസം ഇട്ട് കഴിഞ്ഞാൽ 2 കൊല്ലം. എന്ത് ഞാനതാ ചോദിക്കുന്നുട്ടോ, അജുവക്കും ചോദിക്കാനുള്ള ചോദ്യം തന്നെയാണ്. ഓൾറെഡി യൂണിഫോം ഉണ്ട് എനക്ക്, കമ്പനി യൂണിഫോം ഉണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം ലീവ് ഉള്ളൂ. ഇതൊന്ന് പോകും. ഇന്റെ കൂട്ടിന്റെ ബനിയനെങ്ങാനും കൊണ്ടുപോയാണ്ടല്ലോ എനിക്ക് ഉള്ളത് പോരാണ്ടാണ്. 10 ആ ഇവിടെ ഒരാള് കരച്ചില് തുടങ്ങി. കരച്ചില് തുടങ്ങി. ഫോണ് പൊട്ടിന്നോ? അതാരാ? ഞാനോ? ഫോണ് പൊട്ടിയില്ലല്ലോ, നിങ്ങൾ പിടിച്ചിരിക്കല്ലോ. ഷെഡിയാളൊക്കെ എവിടെ? എടുത്തു വന്നു കഴിഞ്ഞാൽ ഒക്കെ അക്ക അവിടെ തന്നെ കയ്യിലോട്ടില്ല. ഇത് ഈ ഷൂ കണക്ക് കൊണ്ടുപോകാനാ? ഇതണക്ക് കൊണ്ടുപോകാനാ? 4 ബൂട്ടാണത്. ബൂട്ട് ഞങ്ങള് കൈമ്മിട്ടാണ് പറയാം. ഇന്നെ ട്രോളാന് എൻ്റെ ആങ്ങളാരനെ കഴിഞ്ഞിട്ട് തന്നെ ഉള്ളൂ കേട്ടോ ഈ ദുനിയാവിൽ വേറെ ആരും. ഇക്കൊന്നും ഒന്നുമല്ല ഇവരുടെ ഇടയിൽ ചെന്ന് കഴിഞ്ഞാൽ ബൂട്ട് കയ്യുമലാണ് ഇടുക എന്നൊക്കെ പറയുന്നുണ്ട് എൻ്റെ അടുത്ത്. എന്താണ് എന്നെ പൊട്ടിയാക്കുക എന്ന് പറഞ്ഞ് ഓൾറെഡി 10 പൈസ കുറവാണ്. അതിൻ്റെ ഇടയിൽ എൻ്റെ ആങ്ങളാർ ഉള്ള 10 പൈസയും കൂടി കളയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കറണ്ട് പോയ സമയത്തേക്കും എന്താണ് പിന്നെ എൻ്റെ ഫ്ലാഷിലായി ഫുള്ള് വീഡിയോ. ഇജ്ജ് കൊണ്ടോണില്ലല്ലോ. പിന്നെ ഞാൻ എന്തിനാ പിന്നെ പോണത്? പണിക്ക് മാത്രല്ല പോണതേ, കളിക്കാനും കൂടി പോണതേ. ജേഴ്സി ആണതേ. കളിക്കണ്ട കളിച്ചിട്ട് പൈസ ഉണ്ടാക്കാനാ പോണം. മറിക്കണ്ട് ഇജ്ജൊന്നങ്ങോട്ട് പോയിക്ക് എന്നെ വഴി അത് ഇജ്ജത് ഓനോട് എടുത്തോളാൻ പറഞ്ഞത്. അപ്പൊ തമാശക്കാ ഇത് പറഞ്ഞത്. ഇത് ടീഷർട്ടാണ് അമീന, മറ്റേ ജേഴ്സി അല്ലേ? ജേഴ്സി ആവട്ടെ എപ്പോഴേലും ഇവിടെ ഒന്നറിയില്ല. ടീഷർട്ടും ജേഴ്സി അറിയില്ല. ഞാനിപ്പോ ഒന്നും നോക്കിയിട്ടില്ല. ഇതാണ് ജേഴ്സിയിലെ സംഭവം. അറിയിക്കണേ അങ്ങോട്ട് പോയേക്കപ്പോ എന്തിനാ ഈ റൂമിൽ എല്ലാരും കൂടി വന്നിക്കണ? എന്റെ അനിയനെ ഗൾഫ് പോണ്, അല്ലാണ്ട് നിങ്ങളെന്തിനാ ഇവിടെ വന്നിക്കണു? ആ ചെറിയ മാമ പോയില്ലേ? ആ എന്നാ വേമ്പിക്കോ. ഞാൻ കട്ടാക്കൂല. അല്ലമ്മേ സത്യത്തിൽ ഇതിന്റെ ഒക്കെ ആവശ്യം വരുമോ? വെച്ചിട്ടൊന്നും ആരെയൊന്നുമില്ലല്ലോ. അല്ല 20 കിലോ ഉള്ളതല്ലേ, 2 കൊല്ലം നിൽക്കണ്ടേ? ഇത് 3 തോക്കാണെങ്കിലോ? സ്കൂൾ അങ്ങനെ കേട്ടോ, 8ാം ക്ലാസ് വരെ എന്നെ മാത്രല്ല എല്ലാവരെയും 10 വരെ ഇപ്പൊ തോൽപ്പിക്കരുതെന്നാണ് നമുക്ക് അറിയോ? വെക്കുണ്ടോ? എന്താ കഴിഞ്ഞോ? സാധനങ്ങൾ കഴിഞ്ഞില്ലേ? ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി ബേക്കറി എന്തൊക്കെയാ വാങ്ങിക്കണേ? ഷടപടേ എന്നാവട്ടെ. വീഡിയോ ലെങ്ത് കൂടുന്നു. എന്താ എങ്ങട് ആ കവറിലുള്ള എന്തൊക്കെയാന്ന് കാണിച്ചാ? എവിടെ മാറ്റി വെക്കണേ.
തീരെ കൊള്ളൂല്ല അല്ലേ? അവിടെ ഈ ഷോക്സ് ഒക്കത്തില്ല. അതൊക്കെ അത് ബുദ്ധിക്ക് വെച്ചോ. അതല്ല ബൂട്ട് മാത്രം ഞാൻ വീതം കളിച്ചതാ. അപ്പൊ അതിന്റെ ടെറസിന്റെ കാറുണ്ടായി. ഡ്രസ് 3 ആളും ഇവിടുന്ന് അങ്ങോട്ട് പോയി കാണി. ഇനി വേറെ എന്തൊക്കെയല്ല, ഇനി വേറെ കൊണ്ടുപോകാതെടുക്ക്. പോകുമ്പോ ഏതാടുന്നതോ ഡ്രസ് ഉണ്ട്. പോകുമ്പോ ഏതാടുന്നതോ സനു ഈ ഇങ്ങോട്ട് മാറി ഞാൻ ഇത് അടിക്കുന്നത്. മെസ്സിയുടെ ഓ അല്ല ഈ എന്ത് കളിക്കാ പോണ് അതൊന്ന് പറഞ്ഞ. ഫുട്ബോൾ കളിക്കാൻ അതന്നെ അതൊക്കെ ശരി, എന്നാലും അവിടെ പോയി ഫുട്ബോൾ കളിക്കുമ്പോ എനിക്ക് ഇനിയുണ്ട് കേട്ടോ ട്രൗസേഴ്സ് ഉണ്ടായില്ലേ. ഇതുണ്ട്. എത്ര ഷോക്സാണ്? ബോട്ടിന് തന്നെ 2 കൂട്ടുണ്ടോ? ബൂട്ടിനാണ് 3 ഷോക്സ് കിട്ടുന്നു. ബൂട്ടിനാണ് വേണ്ട. ആ അറേബ്യൻ കവറിലുണ്ടേ. അതിന്റെ ഈ സൈഡില് അതാ കവറില് ഇല്ലല്ലോ. എന്റെ കുട്ടിക്ക് ഇവിടുത്തെ ഗ്രൗണ്ടില് ഫുട്ബോൾ കളിച്ചാ പോരെ. ഇങ്ങോട്ട് നോക്ക്, വെച്ചിട്ട് ഇങ്ങോട്ട് നോക്ക്. അമ്മിയെ തന്നെ നോക്കണില്ല, വെച്ചിട്ട് ഇതില് പൊട്ടറാ ഉണ്ടാവില്ല. ഇപ്പൊ തന്നെ വെക്കുന്നുണ്ട്. അവിടുന്ന് വാങ്ങണക്കേ ഈ ഒരു അടി അടിച്ചു. 200 ഉണ്ടാവില്ല. ആജോ ഫുട്ബോള് എന്താണ് ഫുട്ബോള് എന്താണ് എന്താണ് അന്റെ പ്രശ്നം? അപ്പൊ പിന്നെ ജോലി എന്താ? ജോലി ഫുട്ബോൾ കളിക്കാൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഈ ഗേറ്റിന്റെ യഥാർത്ഥ ആളെ പേരെന്താ അറിയുന്നത്? ഇല്ല. മെസ്സി കയറി. ഓന്റെ പണി എന്താ? ഫുട്ബോൾ കളിക്കാൻ കളിച്ചിടക്കില്ല. ആ രീതിക്ക് പോയിക്കൂടെ നടത്തട്ടെ. കയറും തൈക്കാട്ടുമ്പോ ശരിയില്ലേ. ഈ സ്പോർട്സ് കോട്ടയിൽ ജോലി ഇട്ടെന്നൊക്കെ കേട്ടില്ല. ആ രീതിക്ക് ഫുട്ബോൾ കളിച്ചിട്ട് കുറച്ച് ആൾക്കാരെ സെലക്ട് ചെയ്തിട്ട് ഫുട്ബോൾ കളിക്ക് വേണ്ടിയും പിന്നെ ആ ഒരു രീതിക്ക് ഒരു കമ്പനിക്ക് വർക്കും എന്നുള്ള രീതിക്ക് ഒരു വിസ കിട്ടിയിട്ട് ആ വിസക്ക് കയറി പോകുക. മാസം 4 ശമ്പളം. അപ്പൊ കളിയുണ്ട്, ജോലിയുണ്ട്. കളിച്ച് പണിയെടുക്കണം. അതെ. താത്താക്ക് അത്ര ആ ഷർട്ട് ഒന്ന് കാണിക്കടാ. വെള്ളി അയവാ മനസ്സിലായത്. ഇതൊക്കെ ഇടണം. 15,000 റുപ്യ എവിടെ പോയി മനസ്സിലായത്. ഇതൊക്കെ ഇടണം കളിക്കുമ്പോലടാ. നല്ല അടിപൊളി ഷർട്ട്. മേലെ 2 കൊല്ലത്തിന് അവിടുന്ന് കുപ്പായെടുത്തു ഞാൻ. ആ മഞ്ഞയും കാണിക്കുന്നു ജസ്റ്റ്. പാവ എന്റെ കുട്ടി മടക്കാൻ കഷ്ടപ്പെടും. കൂട്ടുകാരന്മാരും ഉണ്ടാവും, പിന്നെ അമ്മേരും ഉണ്ടാവും. എങ്ങോട്ട് പൈലറ്റും ഉണ്ട്. പൈലറ്റ് എത്ര പയ്യ നിർത്താൻ പറഞ്ഞു. ഞാൻ മടക്കി തരണം. ഇന്നൊക്കെണ്ടാകൂല. അതും കൂടി ഒന്ന് കാണിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് പിന്നെ കാണാം. ഫോട്ടോ അയച്ചുതരും. അപ്പൊ അപ്ലോഡ് ചെയ്ത ഓ കുന്ത അയച്ചുതരും. ഓനോട് ഞാനൊരു ഷോർട്സിനുള്ള ഇട്ടാട്ട് പറഞ്ഞിട്ട് ഓൻ ഇതുവരെ തന്നിട്ടില്ല. മടക്കുകയും ചെയ്യില്ലല്ല. ഞാൻ പറഞ്ഞുതരാ. ചെയ്തു തരാൻ പറ്റൂച്ച ചെയ്യാ പറഞ്ഞു തരാം. അപ്പൊ ഞാൻ പറഞ്ഞുതരും, ചെയ്തുതരുമ്പോ ആരാ വീഡിയോ എടുക്കുക? അത് ഞാൻ കൈ ഇങ്ങോട്ട് ഇട്. അങ്ങനെയല്ലെന്ന് ഇവിടെ ഞാൻ കാട്ടുന്നത് എന്താണോ അത് ആൾക്ക് എടുക്കാൻ പറ്റിക്കട്ടെ. അതെ, മടക്കി നേരാകണ്ടറാ. അങ്ങനല്ല കുട്ടിയെ. ഇതല്ല ഞാൻ അപ്പോഴും പറഞ്ഞില്ലേ അത് അങ്ങനല്ല. അറിയില്ല. അതൊക്കെ ആദ്യം മുതൽ വരും കേട്ടോ. ഇനി ഇത്ര മതി. ഇപ്പൊ ബൂട്ട് വെച്ചില്ലല്ലോ ഈ
ഇതിവിടെ നീ ബാഗിന് ചവിട്ടരുത് കേട്ടോ. മതി മതി കഴിഞ്ഞു ഗൈസ്. വേണ്ടാത്തൊരു പണിയായിരുന്നു. നല്ല ആവശ്യമുണ്ടായിരുന്നോ? ഞാനത് തിന്നല്ലാതെ ഒരു തുണിക്കട മൊത്തം എടുത്തു വന്നിരിക്കുകയാണ്. ഞാനവിടെ ഡ്രസ് കച്ചവടത്തിനാണ് പോകുന്നത്. ഞാൻ അവിടെ പോയിട്ടൊരു നേരം കിട്ടിയാൽ അതേപോലെ ഞാൻ അധികം വാങ്ങിട്ട് പോകുകയാണെങ്കിൽ കുഴപ്പമുണ്ടില്ല. ഇറക്കും നടക്കും ട്രൗസർ വരും. അപ്പൊ മാറ്റാൻ നമുക്ക് അവിടെ പോയി ഡ്രസ് അനക്ക് പാകാകോ നോക്കിയൊക്കെ ഇങ്ങനെ മടക്കാൻ വിളിക്കണ്ട കേട്ടോ. എനിക്ക് ഒഴിവുണ്ടാവില്ല. അങ്ങനെ തന്നെ നോക്കട്ടെ. ഇതവിടെ പോവാണ്ടോ? അത് രസല്ല, അത് രസല്ല. ഇത് എനിക്ക് പാകാകോ നോക്കിയൊക്കെ ഓനക്ക് കൊടുക്കണ്ടത്. ഓൻ വലിയൊരാള്. എന്താ എന്താ ഒന്നും പറഞ്ഞാ പറ്റില്ല. ഞാൻ പോയി എന്താണ് ഇത്രയൊക്കെ ഒരു ഡ്രസ് എടുത്ത് കൂട്ടല്? ഈ ടൈപ്പ് ഇതുപോലത്തെ ഇഷ്ടം പോലെ സാധനം ഇനി പോളുണ്ട്. ഒന്നും ഇടണ്ടേ? എന്റെ കുട്ടിക്ക് പാകാകോങ്കി എടുത്തോ. ഓനക്ക് കൊടുക്കണ്ട. ഓനവിടെ കളിച്ചാൻ പോവുകയാണ്. എന്നിട്ട് ഓന് അതിനുള്ള ടീഷർട്ട് വാങ്ങിയാ പോരെ. ഇതിപ്പോ എന്താ വില? അതെന്താ വില? തെറ്റിയോ? ഓൺലി 1000 അങ്ങനെ എന്തൊക്കെയുള്ളൂ. ഓന് എന്താ പറയാ വില കുറവുള്ളത് ചന്ത ഉണ്ടെങ്കിൽ പോലും വാങ്ങൂല. ഓന് അങ്ങനത്തെ സൈസാണ്. 20 കിലോ കഴിഞ്ഞെന്താ വേറെ മാറ്റൊന്നും വെച്ചോ. എന്തൊക്കെ വെച്ചൂടാ. ഇന്നറായിട്ട് ഞാൻ വെച്ചിട്ടില്ല. ഓൻ ബംഗാളി കച്ചവടത്തിന് പോകാണ്. ഡ്രസ് വിൽപ്പന. അല്ല ഇന്നേഴ്സൊക്കെ ഈ ഒന്നും അങ്ങോട്ട് മാറി നോക്കിയോക്കെ ആദ്യം. ഈ ഒരു ചോപ്പ് വെച്ചിരുന്നോ? പിന്നെ ഇതിലുള്ള ഇന്നേഴ്സ് ഒക്കെ വെച്ചോ? ഒരു ഇന്നേഴ്സിന്റെ ഒരു കവറില്ലേ? നിങ്ങൾ രണ്ടാളും അങ്ങോട്ട് പോയിക്കാണ്. പാക്ക് ഉണ്ടാവുന്ന ഞാൻ പറഞ്ഞു. ഞാൻ പാക്ക് ചെയ്തില്ല. പാക്ക് ചെയ്തു. ഇനി ഇപ്പോൾ കടന്ന് ഇങ്ങനെ ഒന്ന് ഈ റൂമില് ഈ കാണുന്നതല്ലാത്തൊക്കെ വേപ്പട്ടീക്ക് വെച്ചിക്കണ്. ഇനിയിപ്പോ എന്താ ഉള്ളത്? ഓളടുത്ത് തന്നെ കൊടുക്കണം. ഇതാണ് ഹാൻഡ് ബാഗ്. സാധാ ബാഗ് പോലെ നമുക്ക് പാകാവൂല ബാഗ്. അല്ല ഓൻ കൈ പിടിക്കണ ബാഗിനാണ് ഹാൻഡ് ബാഗ് എന്ന് പറയാ. അല്ലാതെ ബാഗ് കുറച്ച് വലുപ്പം അധികം കഴിക്കണ കരുതിട്ട് കോപ്പി പോലെ അല്ല, അത് ഉരുട്ടി കൊണ്ടുപോവുക ചെയ്യാ. മാണ്ടയ്യ് ഇന്ന കളിയാക്കിയാ ഞാൻ അങ്ങോട്ട് അപ്പൊ അങ്ങോട്ട് പോയിക്കേ. ഇവിടെ കണ്ടേ
ഇന്റെ കുട്ടി ഗൾഫ് പോകുമ്പോ ഇതിലാദ്യം ഒറ്റ ഇരിക്കുന്നത് പൊതച്ച് മൂടി കടന്നുറങ്ങാൻ അതും കൊണ്ടേക്കും. അത് കൊണ്ടുവന്നില്ല. എന്താ കാര്യം കൊണ്ടോണ്ട ആവശ്യമുണ്ട്. പുതപ്പൊക്കെ ഒന്ന് ഞാൻ പോയിട്ടില്ലല്ലോ. കൊണ്ടുപോകണ ഒരു വിരിയുന്ന തോർത്തും കാര്യങ്ങളൊക്കെ വെച്ച് ഈ ലുങ്കിയൊക്കെ വെച്ചില്ലേ ഇമ്മ ഒന്ന് പോയിക്കോ അവിടുന്ന്. ഇമ്മ ആ ഞങ്ങളെ കൊണ്ടുപോയി ആ ബ്രഷിന്റെ കവറൊക്കെ കൊണ്ടുപോയി. ഇന്റെ കുപ്പായൊന്നും കൊണ്ടുപോകല്ല അജ്മലേ. ഇക്ക് നിന്നിട്ട് പോകാനുള്ള ചുരിദാറാണ്. ഒരു കിലോ ലഗേജ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാലേ എത്ര പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെയാണ് ചിലവർക്കൊക്കെ ഞാൻ കേട്ടിട്ടുള്ളത്. എനിക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെ കൊണ്ടുപോയി ഒരു 500 1000 അധികം കൊടുത്താൽ മതി. ഏതിനെ അതിന് 1 കിലോനല്ല ഉള്ളത്. അല്ല അല്ലല്ല ആ 1 കിലോനൊന്നല്ല ഉള്ളത്. മുട്ട എത്ര കിലോനാ? ഇതും കൂടി കൂടി കണക്കാക്കുമ്പോ ഒരു കിലോനെ എക്സ്ട്രാ വരുള്ളൂ. എത്ര കിലോനാ പറ? എത്ര കിലോനാ? 25. 25 കിലോ ഉണ്ട് എന്റെ കുട്ടി. അതിൽ 23 2 പല്ലാണ്. ചാക്കപ്പല്ല് അത് മാമാന്റെ ഇല്ല ഇല്ല അങ്ങനെ ആക്കുവോ ഇത് മറ്റേ ആ ഡ്രസ് സനുവിനെ വേണമെങ്കിൽ കൊണ്ടുപോകാം അല്ലെ ഫുട്ബോൾ കളിക്കാൻ. മാമാന്റെ കൂടെ ഫുട്ബോൾ കളിക്കാൻ. ഇവിടെ കവറിലുള്ളതൊക്കെ എടുത്തു പോകും. മാമാന്റെ കൂടെ ഫുട്ബോൾ കളിക്കാൻ തെരഞ്ഞു നോക്കി നോക്കാം. അന്റെ ഇന്നേത് ആക്കല്ലേ കണ്ടാലുള്ളൂ. ആ കണ്ടപ്പടത്തിൽ ഉണ്ടായിരുന്നു അത് ഈ വെച്ചിരുന്നു. പുറത്തുകൂടെ അയൽമക്കൂടെ ഒക്കെ പോയോക്കെ. 5 മണിക്കാണ് ഫ്ലൈറ്റ് എന്നും പറഞ്ഞിട്ട് അവിടുന്ന് കഴിക്കാനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉമ്മ പത്തിരി ഇറച്ചിയൊക്കെ കൊടുത്തു വിടുകയാണ് കേട്ടോ. അപ്പം എന്താണ് തുമ്മി ഞാൻ ചടച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് സൗണ്ട് ഒരു വ്യത്യാസം. അങ്ങനെ നമ്മുടെ വീട്ടിലോട്ട് അവൻ്റെ കൂട്ടുകാരന്മാർ വന്നതാണ് കേട്ടോ. അപ്പോൾ കൂട്ടുകാരന്മാരിൽ ഒരുത്തൻ ഇതിൻ്റെ ആങ്ങളക്കുട്ടിയാണ്. എൻ്റെ ആങ്ങളുടെ മകനാണ് കേട്ടോ. ആങ്ങളുടെ മകൻ എന്ന് പറഞ്ഞാൽ അമ്മായിൻ്റെ മകൻ്റെ മകൻ. അപ്പോൾ പറയാൻ വന്നതല്ല, കൂട്ടുകാരിലൊരാൾ ഒരു യൂട്യൂബറാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇക്ക വന്നു. ഇക്ക അപ്പോൾ ഇന്ന് പോകുമെന്ന് പറഞ്ഞാണ് കേട്ടോ മദ്രാസിലോട്ട്. പക്ഷെ ഇക്ക പോയില്ല. ഇക്കക്ക് പെർമിറ്റൊക്കെ കിട്ടാണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എന്നാൽ ഇവൻ പോവുമല്ലേ. അപ്പോൾ അങ്ങനെ ഇക്ക വന്നു. ഇക്ക വന്നിട്ട് ഇക്കക്ക് പിന്നെ ഇതൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഇങ്ങനെ ഫുഡൊക്കെ പാക്ക് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇക്ക വരുന്നതിന് മുന്നേ പെട്ടി പാക്ക് ചെയ്തു, അത് ഓക്കെ. പക്ഷേ ഫുഡ് പാക്ക് ചെയ്തിട്ട് പാക്ക് ചെയ്യാനൊന്നും വലിയ പണിയൊന്നുമില്ല. എന്നാലും ഇക്കാക്ക് അത് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. കുറേ പാക്ക് ചെയ്തിട്ടുള്ളതാണല്ലോ. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഇക്ക ഫുഡൊക്കെ പാക്ക് ചെയ്യാണ്. പൊരിച്ച് വല്ലാണ്ട് ഡീപ്പ് ഫ്രൈ ആക്കിയിട്ടില്ല. കാരണം നമുക്ക് എയർപോർട്ടിൽ നിന്ന് തന്നെ കഴിക്കാനുള്ളതല്ലേ. കുറച്ച് ഫ്രൈ ആക്കിയിട്ടുള്ളൂ. പിന്നെ പത്തിരിയും അങ്ങനെ അതൊക്കെ പാക്കാക്കി. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട്. അവൻ ചോറ് വയ്ക്കുകയാണ് കേട്ടോ. ഈ താത്താനെ വിളിക്കേണ്ടിയിരുന്നില്ല, ഈ താത്താനോട് പറയേണ്ടിയിരുന്നില്ല. ഈ താത്താനെ പോയി കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടാവേ. ഞാൻ വീഡിയോ എടുക്കണ കാരണം കേട്ടോ. അപ്പോൾ അങ്ങനെ അവൻ പോയിട്ടില്ല. പെട്ടി പറഞ്ഞയച്ചിട്ടാണ്. അങ്ങനെ ഇറങ്ങിക്കയറാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഉമ്മ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെയാണ് ചടങ്ങ് എന്ന് പറഞ്ഞാൽ വല്ലാത്ത ചടങ്ങാണ്. അങ്ങനെ അവൻ പോയതിൻ്റെ പിന്നാലെ തന്നെ ഞങ്ങളും പോവുകയാണ് കേട്ടോ. ഇക്കാക്ക് നാളെ രാവിലെ ഇക്കാക്ക് മദ്രാസ് പോകണം, അത് കൺഫേമാണ്. അപ്പോൾ ഇക്കന്നെ വന്ന് കൊണ്ടുപോയി. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. മൂത്ത മോൾക്ക് കുറച്ച് കഫക്കെട്ട് അധികമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവളുടെ വീട്ടിലാക്കിയിട്ടോ. കാരണം 3 ദിവസം കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ഡോക്ടറെ കാണിക്കണം. അപ്പോൾ അവിടെ തന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് ആക്കി. അപ്പോൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഞങ്ങൾ പിന്നെ എൻ്റെ ആങ്ങളക്കുട്ടി ഒരു കാറിൽ വെക്കുന്ന മറ്റേ മൊബൈൽ ഹോൾഡർ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ വെച്ച് ഇപ്പോൾ ഷേക്കാവാതെയൊക്കെ പോകുന്നുണ്ട്. ഇനി കാടും മലകളും നമ്മുടെ പരിസരവും ഒക്കെ ഷേക്കാവാതെ കാണാൻ കേട്ടോ. അതൊക്കെ തന്നെ കാണുള്ളൂ. ഒരു ലോങ് ടൂറ് പോയിട്ടൊക്കെ വല്ലപ്പോഴേ കാണുള്ളൂ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഫിറ്റ് ചെയ്ത് ഒട്ടിച്ച് ക്ലാസ്സിൽ ഒട്ടിച്ച് മൊബൈലൊക്കെ ടെസ്റ്റൊക്കെ ചെയ്തതാണിത്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ബായ്. അപ്പം ലൈക്ക് അടിക്കാതെയും സബ്സ്ക്രൈബ് ചെയ്യാതെയൊക്കെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും മറക്കരുത്.